നമ്മളിൽ അധിക പേരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളെപ്പോഴും ബാങ്ക് വിളിക്കുന്നത് കേൾക്കാറുണ്ട്. 5 വക്ത് സമയത്തും ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇസ്രാ മിറാജിൻ്റെ രാത്രിയിലാണല്ലോ നിസ്കാരം ഫർളാക്കപ്പെട്ടത്. അന്ന് 50 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് ചുരുക്കി 5 വക്താക്കി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നാലും 5 വക്ത് നിസ്കരിച്ചാലും അതിന് 50 വക്ത് നിസ്കരിച്ച പ്രതിഫലം തന്നെ നമുക്ക് നൽകപ്പെടുമെന്ന് പണ്ഡിതന്മാർ നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. ഹദീസിൽ അത് നമുക്ക് വ്യക്തമാണ്. ഇവിടെ ഈ ബാങ്ക് അതിൻ്റെ പദങ്ങൾ, അതിൻ്റെ കലിമത്തുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ വലിയൊരു അത്ഭുതം നമുക്ക് അതിൽ കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഈ ബാങ്ക് വിളിക്കുന്ന കലിമത്തുകൾ, പദങ്ങൾ, അതിലുള്ള വേർഡുകൾ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ 50 വേർഡുകളാണുള്ളത്. ടോട്ടൽ പരിശോധിച്ച് നോക്കിയാൽ 50 വേർഡുകൾ അതിൽ കാണും. നമ്മൾ നിസ്കാരം നമുക്ക് ആദ്യം ഫർളാക്കപ്പെട്ടത് 50 വക്താണ്. നമുക്കിപ്പോൾ അത് 5 വക്ത് നിസ്കരിച്ചാലും ലഭിക്കുന്നത് 50 വക്ത് നിസ്കരിച്ച അതേ പ്രതിഫലം തന്നെയായിരിക്കും. അപ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് ഈ ബാങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബാങ്കിൽ നിശ്ചയിച്ച കലിമത്തുകളുണ്ടല്ലോ, അതിൽ നമ്മൾ അറബി അക്ഷരങ്ങൾ, അക്ഷരമാലയിലെ ടോട്ടൽ 29 അക്ഷരങ്ങളുണ്ട്. പക്ഷേ ഈ ബാങ്കിൽ എത്ര അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? 29-ലെ എല്ലാ അക്ഷരങ്ങളും ബാങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിൽ 17 അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാങ്കിൽ അറബി അക്ഷരമാലയിലെ 17 ഹർഫുകൾ, അറബിയിലെ 17 അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് 17? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം നമുക്ക് ഫർളാക്കി നിശ്ചയിച്ചിട്ടുള്ള നിസ്കാരങ്ങളുടെ റക്അത്തുകളുടെ എണ്ണം നമ്മൾ എണ്ണി നോക്കിയാൽ എത്രയുണ്ട്? സുബ്ഹ് 2, ളുഹ്ർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4. ടോട്ടൽ എത്ര കിട്ടും? 17 റക്അത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വലിയൊരു ബന്ധം അല്ലേ? അതിലൊരു യാദൃശ്ചികമായിട്ടാണെന്ന് പറയാൻ പറ്റുമോ? അപ്പം അതിൽ വലിയൊരു ക്രോഡീകരണം, അതിൻ്റെ ആ ഒരു കോർവ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. 50 കലിമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അള്ളാഹു ക്രോഡീകരിക്കുന്നു. അതിൽ 17 അക്ഷരങ്ങൾ, അറബി അക്ഷരമാലയിലെ 17 അക്ഷരങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആ ബാങ്കിൻ്റെ മുഴുവൻ പദങ്ങളും നിശ്ചയിക്കുന്നു. അതുമാത്രമല്ല, ഈ ഇസ്രാ മിഅ്റാജ് നമ്മൾ പറഞ്ഞല്ലോ, നിസ്കാരം ഫർളാക്കപ്പെട്ടത് ഏത് രാത്രിയിലാണ്? ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിലാണ്. ആ മിഅ്റാജിൻ്റെ രാത്രിയിൽ നമുക്ക് നിസ്കാരം ഫർളാക്കപ്പെട്ടു. അപ്പം ഈ സൂറത്തുൽ ഇസ്രാ നമുക്ക് അതിൽ കാണാം. സൂറത്തുൽ ഇസ്രായിൽ തുടക്കത്തിൽ കാണാമല്ലോ, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി എന്ന് തുടങ്ങുന്ന ആയത്ത്. അപ്പോൾ ഈ സൂറത്തുൽ ഇസ്രാഇനെ പരിശുദ്ധ ഖുർആനിൽ എത്രാമത്തെ നമ്പർ സൂറത്തായിട്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. 17-ാം നമ്പർ, 17-ാമത്തെ നമ്പറായിട്ടാണ്. 17, 1, 2 മുതൽ എണ്ണി നോക്കിയാൽ 17-ാമത്തെ സൂറത്തായിട്ടാണ് സൂറത്തുൽ ഇസ്രാ വരുന്നുള്ളത്. അപ്പോൾ ഇതിലുള്ള ഈ ക്രോഡീകരണങ്ങളിലുള്ള അത്ഭുതങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുകളും ആയത്തുകളും ഓരോ ഹർഫുകളും അതിലുള്ള അക്ഷരങ്ങളൊക്കെ പ്രയോഗിച്ചതും ക്രോഡീകരിച്ചതും ഒക്കെ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ വലിയ അത്ഭുതം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര വലിയ പരിശുദ്ധൻ. ഇനി അതുപോലെ തന്നെ ഈ ബാങ്കിൻ്റെ തുടക്കത്തിലുള്ള ആ വേർഡ്, തുടക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ബാങ്കിൻ്റെ തുടക്കത്തിൽ ഉപയോഗിച്ച കലിമത്ത് അല്ലാഹ് അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹ് എന്ന് തുടങ്ങിയിട്ടാണ് ബാങ്ക് ആരംഭിക്കുന്നത്.
ഇനി ബാങ്കിൻ്റെ അവസാനത്തെ വാക്ക് എന്താണ്? അവസാനത്തെ കലിമത്ത് എന്താണ്? അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ എത്ര മനോഹരമാണ് ഈ ബാങ്കിനെ ക്രോഡീകരിച്ചിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും അതുപോലെ നമുക്ക് മുമ്പിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഇതെല്ലാം നാം ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.